അമീർ വരുന്ന ഇന്നാണെന്ന് മോള് ഞങ്ങളെ അറിയിച്ചില്ലെങ്കിലും മോളുടെ ഡാഡി ഞങ്ങളെ വിളിച്ചറിയിച്ചു. അല്ലേടോ? രാഹുൽ, Hey, what's this? Are you aiming blindly with closed eyes? Sorry, Chutki. Actually, I was... ജുവലല്ലേ? ഞാൻ ഫാദർ ഫെലിക്സ്, അമീർ വളർന്ന സെയിന്റ് ആന്റണീസ് ഓർഫനേജിന്റെ ഡയറക്ടറാണ്. ഇല്ല, അമീർ വന്നിട്ടില്ല. അമീർ എവിടെ? മിസ്റ്റർ ജോസഫ്? അതെ, അമീർ എന്താ വരാതിരുന്നത്? പറയാം. മോളോട് പറഞ്ഞതുപോലെ ഫാഷൻ ഷോയുടെ തിരക്കിന്റെ കാര്യം അമീർ എന്നെയും വിളിച്ച് സൂചിപ്പിച്ചിരുന്നു. ഒരു 10-12 ദിവസം കഴിഞ്ഞ് വീണ്ടും അവൻ എന്നെ വിളിച്ചു. അത്യാവശ്യമായി മുംബൈ വരെ ചെല്ലണമെന്ന് പറഞ്ഞ് അവൻ എന്നെ നിർബന്ധിച്ചു. ഞാൻ ചെല്ലുമ്പോൾ അവനൊരു ഹോസ്പിറ്റലിലായിരുന്നു. അവിടെ വെച്ചാണ് അമീർ ജൂവലിനെ പരിചയപ്പെട്ട കഥ എന്നോട് പറഞ്ഞത്. അമീറിന് എന്ത് പറ്റി ഫാദർ? അമീറിന് ജൂവലിനോട് എന്തോ പറയാനുണ്ട്. ഞാൻ വരാം ഫാദർ, ഞാൻ വരാം. അതിന്റെ ആവശ്യമില്ല. ശബ്ദത്തിലൂടെ സൗഹൃദത്തിലെത്തിയവരാണല്ലോ നിങ്ങൾ. അമീറിന് പറയാനുള്ളത് ദാ ഇതിലുണ്ട്. Hi Joel, it's me, Amir. I'm sorry I couldn't make it. യാദൃശ്ചികമായിട്ടാണ് നമ്മൾ പരിചയപ്പെട്ടത്. പെട്ടെന്ന് തന്നെ നമ്മൾ നല്ല സുഹൃത്തുക്കളായി. പക്ഷേ എല്ലാം തുറന്നു പറയില്ല എന്നൊരു ധാരണ നമുക്കിടയിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ ജുവലിൽ നിന്ന് മറച്ചു വെച്ചു. ജുവലിൻ്റെ സൗഹൃദം ഒരു പ്രണയത്തിലേക്ക് വഴുതി മാറുന്നത് കണ്ടപ്പോൾ ഞാനൊന്ന് പതറി. ഞാൻ ആദ്യം കരുതിയത് ഇനി ഒരിക്കലും ജുവലിനെ കോണ്ടാക്ട് ചെയ്യരുതെന്നായിരുന്നു. പക്ഷെ പിന്നീട് തോന്നി അത് പാടില്ല. സത്യം ജുവൽ അറിയാതിരുന്നാൽ ഞാനൊരു ചതിയനായി മാറും. ഒരു പക്ഷേ അത് ജുവലിനെ തകർത്ത് കളയും. അല്പം വിഷമിച്ചാലും സത്യം ജുവൽ അറിയുന്നത് തന്നെയാണ് നല്ലത് എന്ന് തോന്നി. ഞാൻ എപ്പോഴും പറയാറില്ലേ, ബി പ്രാക്ടിക്കൽ ഇൻ ലൈഫ് ആൻഡ് ടേക്ക് ലൈഫ് ആസ് ഇറ്റ് കംസ്. നാളിതുവരെ ഞാൻ പറഞ്ഞതൊക്കെ ജുവൽ അനുസരിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ജുവൽ പപ്പയും മമ്മിയും അനുസരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ജുവൽ, വൈദ്യശാസ്ത്രത്തിൻ്റെ കരുണയിൽ ജീവിക്കുന്ന ഒരു രോഗിയാണ് ഞാൻ. എൻ്റെ ദിനങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. മമ്മി, എന്നെ സഹായിക്കണം. ഞാൻ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതൊക്കെ ക്ഷമിക്കണം, എന്നെ സഹായിക്കണം. എനിക്ക് ആരുമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല.
അച്ഛൻ എന്റെ മോളെ അമീറിന്റെ അടുത്തൊന്ന് എത്തിക്കണം പ്ലീസ്. ഈ സീഡ് തരുമ്പോ അവൻ എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു. അവന്റെ മരണശേഷമേ ഇതിവിടെ എത്തിക്കാവുന്നു. അമീറിലുള്ള എന്റെ വിശ്വാസം ഒരിക്കലും തെറ്റിയതായി എനിക്ക് തോന്നിയിട്ടില്ല. അമീറിന്റെ എല്ലാ തീരുമാനങ്ങളും എനിക്ക് ഗുണകരമായേ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ അമീറിനെ അനുസരിക്കുന്നു. രാഹുലിന്റെ ദുഃഖം എനിക്കിപ്പോ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. രാഹുലിനെ ഞാൻ പ്രണയിച്ചിരുന്നോ? അറിയില്ല. ഒന്നെനിക്ക് ഉറപ്പുണ്ട്, രാഹുലിനെ എനിക്ക് ഇഷ്ടമായിരുന്നു. ഇപ്പോൾ ആ തീരുമാനങ്ങളെല്ലാം ഞാൻ എൻ്റെ ഡാഡിക്കും മമ്മിക്കും വിട്ടുകൊടുക്കുന്നു. അവരിപ്പോൾ എൻ്റെ മാതാപിതാക്കളല്ല, ദേ ആർ മൈ ഗുഡ് ഫ്രണ്ട്സ്. രാഹുലിനെയും എന്നെയും ഒന്നിപ്പിക്കാൻ രണ്ട് വീട്ടുകാരും കൂടി തീരുമാനമെടുത്തു. ഈ സന്തോഷം പങ്കുവയ്ക്കാൻ ഫെലിക്സ് അച്ഛൻ ഞങ്ങളെ ക്ഷണിച്ചിരിക്കുകയാണ്. ഇവിടെ നിൽക്കുമ്പോൾ അമീർ ഇവിടെ എവിടെയോ ഉണ്ടെന്നൊരു തോന്നൽ. ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ആ അജ്ഞാത സുഹൃത്തിന്റെ ഒരു ഫോട്ടോ എങ്കിലും കാണണമെന്ന ആഗ്രഹം ഞാൻ ഫെലിക്സ് അച്ഛനെ അറിയിച്ചു. അതിന് എൻ്റെ കയ്യിൽ ഫോട്ടോയൊന്നുമില്ല. ശ്രമിച്ചാൽ കിട്ടുമായിരിക്കും, പക്ഷെ അത് വേണ്ട. അമീർ അത് ആഗ്രഹിക്കുന്നില്ല മോളെ. ഒരു നനുത്ത സ്വപ്നം പോലെ അമീർ മാഞ്ഞു പോകുന്നതല്ലേ നല്ലത്. എന്തായാലും സന്തോഷമായി. മോളുടെ ജീവിതത്തിലെ ഒരു ദുരന്തത്തിന് അവൻ കാരണക്കാരനാകുമോ എന്നൊരു ഭയം അവനിലുണ്ടായിരുന്നു. അവൻ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമാണിത്. അവൻ ഇവിടെയൊക്കെ തന്നെയുണ്ട്. ഒരുപക്ഷെ അവനിപ്പോ ഇത് കണ്ട് സന്തോഷിക്കുന്നുണ്ടാവും. ഇതാ മോളെ, ദൈവം തമ്മിൽ അനുഗ്രഹിക്കട്ടെ. ഫോട്ടോ എന്ന ആഗ്രഹവും നിഷേധിക്കപ്പെട്ടു. എനിക്ക് പരാതിയില്ല, പരിഭവവുമില്ല. ടേക്ക് ലൈഫ് ആസ് ഇറ്റ് കംസ്. ദാറ്റ്സ് മൈ പോളിസി നൗ. ഇതാണ് എൻ്റെ കഥ. അമ്മ ശത്രുവല്ല, സ്നേഹമാണെന്ന് കാണിച്ചു തന്ന എൻ്റെ കുടുംബം ദൈവതുല്യമായി കരുതുന്ന അമീർ എന്ന അജ്ഞാത സുഹൃത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഐ, ജുവൽ ജോസഫ്, സൈനിങ് ഓഫ്. താങ്ക് യു ഫാദർ. ഞാൻ ഫാദറിനെ കൊണ്ടൊരു നുണ പറയിച്ചു അല്ലേ? സാരമില്ല അമീർ, ഒരു നന്മയ്ക്ക് വേണ്ടിയല്ലേ. എങ്കിലും പൂർണ്ണ ആരോഗ്യവാനായ നീ മരിച്ചു എന്നൊരു നുണയുടെ ആവശ്യമുണ്ടായിരുന്നു. വേണോ അച്ഛൻ? ആ കുട്ടി ഒരു പാവമാണ്. ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്നറിഞ്ഞാൽ ആ കുട്ടി ഒരിക്കലും പിന്മാറില്ല. ഷീസ് ഡേഞ്ചറസ്ലി സിൻസിയർ. യഥാർത്ഥത്തിൽ ആ കുട്ടിക്ക് എന്നോടുണ്ടായിരുന്നത് പ്രണയമായിരുന്നില്ല. സ്വന്തം അച്ഛനമ്മമാരിൽ നിന്നോ സഹോദരനിൽ നിന്നോ കിട്ടണമെന്നാഗ്രഹിച്ച സ്നേഹവും സപ്പോർട്ടും എന്നിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. അതിനെ അവളുടെ പക്വതയില്ലാത്ത മനസ്സ് ഒരു കാമുകനായി ചിത്രീകരിച്ചു. വിശ്വസ്തയായ ഒരു കാമുകിയായി സ്വയം അവരോധിച്ചു. അങ്ങനെ ജുവലിന് ഞാനൊരു ഒബ്സഷനായി, ഒരു വലിയ വിശ്വാസമായി. ആ വിശ്വാസം തകർക്കപ്പെട്ടാൽ ഞാൻ ക്രൂരത കാട്ടിയെന്നേ ആ മനസ്സ് വിശ്വസിക്കൂ. അതൊരു വലിയ ദുരന്തം വിളിച്ചു വരുത്തിയെന്ന്. നൗ എവറിത്തിങ് ഹാസ് ഫാളൻ ഇൻ പ്ലേസ്. ഇപ്പൊ വിധിയാണ് ക്രൂരത കാട്ടിയിരിക്കുന്നത്. അമീർ മരിച്ചു. ആ യാഥാർത്ഥ്യവുമായി ജുവൽ പൊരുത്തപ്പെട്ടു കഴിഞ്ഞു. നൗ ഷീ ഈസ് ഇൻ സേഫ് ഹാൻഡ്സ്. ഒരു വലിയ വിപത്തിൽ നിന്നും നീ ആ കുടുംബത്തെ രക്ഷിച്ചു.
ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഓരോരുത്തർക്കും ഓരോ ദൗത്യമുണ്ട്. എവ്രി വൺ ഇൻ ദിസ് വേൾഡ് ഹാസ് എ മിഷൻ. മേ ബി ദിസ് ഇസ് മൈൻ.